പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ രണ്ടാമത്തെ ഭാഗത്തോട്ട് കിടക്കുകയാണ്. ഈ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് ആയിട്ടുള്ള എ സി സർക്യൂട്ടിനെ കുറിച്ചാണ്. ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ കപ്പാസിറ്റർ അല്ലെങ്കിൽ ഇൻഡക്റ്റൻസ് കോയിൽ ഒരു എ സിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ബന്ധവും അതിൻ്റെ പവറും ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി ആൻഡ് ഫേസ് ഷിഫ്റ്റ്. അപ്പോൾ എന്താണ് ഒരു ആംപ്ലിറ്റ്യൂഡ് എന്നുള്ളത് നമുക്കറിയാം. ഇറ്റ് ഈസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്. സാധാരണ ഒരു വേവിൻ്റെ കാര്യത്തിൽ എന്നുള്ളത് പോലെ തന്നെ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് അല്ലെങ്കിൽ മാക്സിമം പീക്ക് വരുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്, ഒരു വേവിനെ സംബന്ധിച്ചിടത്തോളം ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഹൗ മെനി ടൈംസ് ഇറ്റ് റിപ്പീറ്റ്സ് പെർ സെക്കൻഡ്. ഒരു വേവ് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ആയിരിക്കും നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ പിക്ചറിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് A is equal to 1.6 വോൾട്ട് ആണെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി പീരീഡ് എന്ന് പറയുന്നത്, ടൈം പീരീഡ് നമുക്കറിയാം. ഒരു വേവ് ഓസിലേഷൻ അല്ലെങ്കിൽ ഒരു വേവിനെടുക്കുന്ന സമയത്തിനെയാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമുക്ക് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും 1/2π. അതുപോലെ തന്നെ ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ ഇസ് ഈക്വൽ ടു 2πf ആയിരുന്നു. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ക്വാണ്ടിറ്റിയാണ്, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ക്വാണ്ടിറ്റിയാണ് ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഇത് ഉപയോഗിക്കുന്നത് കറണ്ടിനും വോൾട്ടേജിനും ഇടയ്ക്കുള്ള ഫേസ് ഷിഫ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എങ്ങനെയായിരിക്കും അത് വരിക, അത് എത്രമാത്രം കൂടുതലാണ് കുറവാണ് എന്നുള്ളത്. ഇപ്പോൾ എന്താണ് ഫേസ് ഷിഫ്റ്റ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ ഈ നമ്മൾ കാണുന്ന വേവിൻ്റെ പുറത്ത് ഇതൊരു വോൾട്ടേജിൻ്റെ വേവാണെന്ന് നമുക്കറിയാം. ഇതിന് പുറത്ത് നമ്മൾ കറണ്ടിൻ്റെ ഒരു വേവിനെ കൊണ്ടുവയ്ക്കുകയാണ്, ഒരു സർക്യൂട്ടിലുള്ള കറണ്ടിൻ്റെ വേവിന്. അപ്പോൾ വി ഹാവ് ടു വേവ്സ്. one represent the voltage and another one represent the current. അപ്പോൾ അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ ഇത് രണ്ടും ഒരുപോലെ ഗ്രോ ചെയ്യുകയും ഡീകേ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ ഫേസ് ഡിഫറൻസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഒരെണ്ണത്തിന് ഒരു ഫേസ് വാല്യൂവും അല്ലെങ്കിൽ ഒരെണ്ണം ഗ്രോ ചെയ്യുന്ന സമയത്ത് മറ്റേ ഡീകേ ചെയ്യുകയാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പൊസിഷനിലോട്ട് പോവുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ പറയാൻ സാധിക്കും ദർ ഈസ് എ ഫേസ് ഡിഫറൻസ് എന്നുള്ളത് പറയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഈ വേവിനെ സംബന്ധിച്ചിടത്തോളം ടൈം പീരീഡ് 0.02 ആണ്. അതിൻ്റെ ഫ്രീക്വൻസിയും 50 ഹെർട്സ് ആണ് നമ്മൾ എന്ന് കരുതുക. ദെൻ വി ക്യാൻ കാൽക്കുലേറ്റ് ഫ്രീക്വൻസി, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 1/t വെച്ചിട്ട് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 50 ഹെർട്സ് എന്ന് കിട്ടും. അതിൻ്റെ ഒമേഗ ഈസ് ഈക്വൽ ടു 100π എന്നുള്ളത് കിട്ടും. ഇനിഷ്യൽ ഫേസ് എന്ന് പറയുന്നത് 0 ആണെന്ന് കരുതുക. ഒരു ഫേസ് ഷിഫ്റ്റ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് T0 സമയത്ത് സമയം വ്യത്യാസം വന്നു എന്ന് കരുതുക. രണ്ട് പേരും തമ്മിൽ T0 സമയം വ്യത്യാസം വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.005 സെക്കൻഡ്സിൻ്റെ വ്യത്യാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഉണ്ടാക്കുന്ന ഫേസ് എന്ന് പറയുന്നത് ഇത്രയായിരിക്കും, ഒമേഗ ഇൻറ്റു T0 ആയിരിക്കും. അപ്പോൾ അത്രയും ഫേസ് ഷിഫ്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ദ ഫേസ് ഷിഫ്റ്റ് ഈസ് ഈക്വൽ ടു π/2. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് കണ്ടതുപോലെ തന്നെ π/2 എന്ന് പറയുന്ന ഫേസ് ഡിഫറൻസ്, സൈൻ വേവും കോസ് വേവും എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫേസ് ഡിഫറൻസ് ഈസ് π/2. അപ്പോൾ ഇവിടെ ഈ ഒരു പോയിന്റിൽ നമ്മൾ ശ്രദ്ധിച്ചറിയാം, റെഡ് ലൈൻ കിടക്കുന്ന പോയിന്റ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള T0 വാല്യൂ എന്ന് പറയുന്നത് 0.005 സെക്കൻഡാണ്. അപ്പോൾ അവിടുത്തെ ഫേസ് എത്രമാത്രം വ്യത്യാസമുണ്ട്, ഒറിജിനലിൽ നിന്ന് എത്രമാത്രം വ്യത്യാസമുണ്ട് എന്നുള്ളത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒറിജിനൽ ഇറ്റ് ഈസ് നെഗറ്റീവ് 1.6 ആയിരുന്നു, -1.6 ആയിരുന്നു. ഇവിടെ ആ റെഡ് ലൈൻ വരുന്ന സ്ഥലത്ത് അത് 0 ആണ്. therefore the phase difference is π/2 ആയിരിക്കും. ഈ രണ്ട് വാല്യൂസിനിടയ്ക്ക് ഈ ടൈം ഡിഫറൻസിനിടയിൽ വരുന്ന ഫേസ് ഡിഫറൻസ് രണ്ട് ഇടയിലുള്ള π/2 ആയിരിക്കും. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു വേവിനാണ്. നമ്മൾ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കുന്നത് രണ്ട് വേവ്സ് ആയിരിക്കും, ഒന്ന് കറണ്ടിൻ്റെയും മറ്റൊന്ന് വോൾട്ടേജിൻ്റെയും ആയിരിക്കും എടുക്കുക. അപ്പോൾ നമ്മുടെ എയിം എന്ന് പറയുന്നത്, ഇന്നത്തെ ഡിസ്കഷനിലെ എയിം എന്ന് പറയുന്നത്, നമ്മൾ ഏതെങ്കിലും ഒരു സാധനത്തിന് ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ്, കപ്പാസിറ്റർ അല്ലെങ്കിൽ ഇൻഡക്റ്റൻസ് കോയിലിൽ ഓർ ഇവയുടെ കോമ്പിനേഷനുകൾ, ഇതിനെ നമ്മൾ ഒരു എ സിയുമായിട്ട് കണക്ട് ചെയ്യുന്നു. എ സി സി റെപ്രസെൻറ്റ് ബൈ ΔV max, ദാറ്റ് ഈസ് ഈക്വൽ ടു ΔV max sin ωt ആയിരിക്കും അതിൻ്റെ ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു എ സിയുമായിട്ട് കണക്ട് ചെയ്യുന്നു. ദെൻ വി വാണ്ട് ടു ഫൈൻഡ് ദ കറണ്ട് ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം.
സമയം മാറുന്നതനുസരിച്ച് കറണ്ട് എങ്ങനെയാണ് വേരി ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ഈച്ച് കോമ്പണന്റ് ദ കറണ്ട് വാല്യൂ മേ ബി ഡിഫറൻറ്റ്. For example, if you are connecting a resistance, what happens to current? For inductance coil, what happens to current? അത് നമ്മൾ കണ്ടുപിടിക്കുന്നു. എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മാത്തമെറ്റിക്കലി വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വോൾട്ടേജ് ആൻഡ് കറണ്ട്, അതിൻ്റെ സ്വഭാവത്തിൽ എന്ത് വ്യത്യാസം ഉണ്ടെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നു. കണ്ടുപിടിച്ചതിന് ശേഷം അത് രണ്ടിനെയും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുന്നു. അപ്പോൾ കമ്പയർ ചെയ്യുന്നത് ഇവിടെ ഫേസിന് എന്തുമാത്രം വേരിയേഷൻ ഉണ്ടായിട്ടുണ്ടെന്നാണ്. ചില കേസുകളിൽ ഫേസ് വേരിയേഷൻ ഉണ്ടാവില്ലായിരിക്കും, ചില കേസിൽ ഫേസ് വേരിയേഷൻ ഉണ്ടായിരിക്കും. ആ ഫേസ് എന്തുമാത്രം വേരി ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നു. ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാം, അതോടൊപ്പം തന്നെ ഫേസ് എത്രമാത്രം വ്യത്യാസമുണ്ട്, കറണ്ടിനും വോൾട്ടേജിനും ഇടയിൽ ഉള്ള ഫേസ് എത്ര വ്യത്യാസം ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കുന്നു. ആൾസോ വി വിൽ ഫൈൻഡ് ദ പവർ ആൾസോ, ഇൻസ്റ്റന്റേനിയസ് പവർ ആൾസോ വിൽ ഫൈൻഡ്. ഓക്കെ, അപ്പോൾ മാക്സിമം കറണ്ട് ഇറ്റ് ഈസ് ഓൾവേസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ മാക്സിമം വോൾട്ടേജ്, ബിക്കോസ് അത് തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയെ നമ്മൾ റെസിസ്റ്റൻസ് എന്ന് നമ്മൾ ഓംസ് ലോ ഉപയോഗിച്ച് വിളിക്കും. ഇവിടെ നമ്മൾ അതിനെ വിളിക്കുന്നത് ഇംപീഡൻസ് എന്നുള്ളതാണ്. വാട്ട് ഈസ് ഇംപീഡൻസ്? Impedance is a quantity that may be equivalent to the resistance, but its value will change in accordance with the frequency. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രീക്വൻസി വേരി ചെയ്യുന്ന ഒരു വോൾട്ടേജ് ആണ് കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഫ്രീക്വൻസി മാറുന്നതനുസരിച്ച് അതിന് വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഇംപീഡൻസ് എന്ന് വിളിക്കുന്നത്. റെസിസ്റ്റൻസിന്റെ സ്വഭാവം തന്നെയാണ് ഒരു സർക്യൂട്ടിൽ കറണ്ടിനെ ഏർപ്പെടുത്തുന്ന പ്രതിരോധം തന്നെയാണ് ഇംപീഡൻസ്. പക്ഷേ ഇംപീഡൻസ് റെസിസ്റ്റൻസും തമ്മിലുള്ള ഒരു വ്യത്യാസം, റെസിസ്റ്റൻസ് ഈസ്, when we use the term resistance, it is frequency independent. When we use the term Z or impedance, then it is known as it depends upon the frequency of the input circuit. Okay, therefore Imax will say it as delta V max divided by Z. സാധാരണ ഓംസ് ലോ അനുസരിച്ച് നമ്മൾ പറയുക Imax is equal to delta V max divided by R ആയിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് ഡിഗ്രി വേഴ്സസ് റേഡിയൻസ്. അപ്പോൾ ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ക്വാണ്ടിറ്റിയാണ്. നമ്മളിവിടെ റേഡിയൻസിലാണ് എല്ലാ കാൽക്കുലേഷൻസും ചെയ്യുക. ഇവിടെ ഇതെടുക്കുമ്പോൾ ഫൈ എന്ന് പറയുന്നതാണ് നമ്മുടെ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ രീതിയിലായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. ഫൈ ഈസ് ഈക്വൽ ടു ഒമേഗ T0. ഓക്കെ, ഫൈ ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി എഫ് T0. ഓക്കെ, ഇത് തമ്മിലുള്ള ഒരു ബന്ധം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നമ്മുടെ ആദ്യത്തെ സർക്യൂട്ടിലോട്ട് കിടക്കുന്നു. ഒരു റെസിസ്റ്റർ മാത്രമുള്ള സർക്യൂട്ട്. ഒരു റെസിസ്റ്റർ AC ആയിട്ട് കണക്ട് ചെയ്തു. ഇവിടെ വി മാക്സ് എന്ന് പറയുന്നത് 170 വോൾട്ടേജും ഫ്രീക്വൻസി എന്ന് പറയുന്നത് 60 ഹെർട്സും ആയിട്ടാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഡെൽറ്റ വി ഈസ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ദ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി മാക്സ് സൈൻ ഒമേഗ ടി ആണ്. നമ്മൾ ഐക്കുള്ള ഒരു ഇക്വേഷൻ എഴുതുന്നു. അവർ അസംഷൻ ഈസ് ദാറ്റ് ദർ ഈസ് എ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്, റൈറ്റ്? നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ കറണ്ടിന്റെ ഇക്വേഷൻ എഴുതുന്നു. ബട്ട് വി നോ ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് ദ കറണ്ട്? Current can be calculated by using Ohm's law. In the case of resistance, we can calculate current by using Ohm's law. That is delta V, instantaneous value of the voltage divided by resistance. നമ്മൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ we will get delta V max divided by R sin omega t. Consider the equation for voltage and current. Here, delta V max divided by R can be written as I max. Okay, I max ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. മുകളിലുള്ള ഇക്വേഷനായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക. ഡെൽറ്റ വിയുടെ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുക. വാട്ട് വി വിൽ ഗെറ്റ് എ വാല്യൂ that means the argument, sign of the argument നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ both are the same arguments. Therefore we can reach a conclusion that there is no phase difference between the current and voltage. Okay, and here we can find the RMS value. In the previous class that we discussed, how can we calculate RMS value? What is RMS value? IRMS can also be calculated. Okay, അതിന് ഗ്രാഫിക്കലായിട്ട് നമ്മളൊന്ന് ചിത്രീകരിക്കുകയാണെങ്കിൽ നമുക്ക് റെഡ് കളറിൽ കാണുന്ന കറണ്ടും ബ്ലൂവിൽ കാണുന്നത് വോൾട്ടേജുമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കറണ്ട് ഈസ് ഇൻ ഫേസ് വിത്ത് ദ വോൾട്ടേജ്. That is the technical term we use. The current is in phase with the voltage. When a resistance is connected to a AC circuit, the current is always in phase with the voltage. Voltage in phase ആയിരിക്കും. എന്താണ് ഇതിന്റെ അർത്ഥം? കറണ്ട് വോൾട്ടേജ് ഗ്രോ ചെയ്യുന്നത് പോലെ തന്നെ ഗ്രോ ചെയ്യുകയും ഡിക്കേ ആവുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ വേരിയേഷൻ ഇൻ ദ കറണ്ട് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദ
voltage. Okay, there is no phase difference between them. There is no phase shift between current and voltage. The magnitude will change that according to the resistance value. If resistance value is on, then Vmax and Imax will be delta Vmax and delta Imax will be the same. If it is 2 times, then it will be reduced to half, etc. etc. അപ്പോൾ ഈ രീതിയിൽ കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡിൽ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ ഫേസ് എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കും. അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇംപീഡൻസ് വെക്ടർ വെച്ചിട്ട് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഹൗ ക്യാൻ വി റെപ്രസെന്റ് ഇറ്റ് യൂസിങ് ദ ഇംപീഡൻസ് വെക്ടർ? അപ്പോൾ ഇവിടെ നമ്മൾ ഇംപീഡൻസ് വെക്ടർ വെച്ചിട്ട് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ വിൽ ടേക്ക് നമുക്ക് 1.4K അതിന്റെ ലെങ്ത് ആയിട്ട് നമ്മൾ എടുക്കുന്നു. ഡയറക്ഷൻ ഈസ് ടു ബി റൈറ്റ്, പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ അതിന് ഡയറക്ഷൻ റൈറ്റ്, ഇതിനെയാണ് നമ്മൾ ഇതായിട്ട് എടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് പവർ ഇൻ എ റെസിസ്റ്റൻസ്. പവർ കണ്ടുപിടിക്കുന്നതിന് നമ്മൾ സാധാരണ രീതിയിലുള്ള ഫോർമുല തന്നെയാണ് ഉപയോഗിക്കുന്നത്. P is equal to I delta V. Therefore, we can write it as delta V max I max sin square omega t. Therefore, we will get the power as R I square max. Here we substitute for delta V max sin square omega t. ഇത് ആയിരിക്കും അതിൻ്റെ പവർ എന്ന് പറയുന്നത്. ആവറേജ് പവർ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ആവറേജ് വാല്യൂ എടുത്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് RI സ്ക്വയർ മാക്സ്. നെക്സ്റ്റ് വൺ ഈസ് എ കപ്പാസിറ്റർ. കപ്പാസിറ്ററിന്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ അസ്യൂം ചെയ്തതുപോലെ തന്നെയാണ് എടുക്കുന്നത്. ഇൻപുട്ട് വോൾട്ടേജ് കറണ്ട് ഇങ്ങനെയാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അടുത്ത് നമ്മൾ അതിന്റെ ക്വാണ്ടിറ്റിയിലോട്ട് പോകുന്നു. വി നോ ദ ഫോർമുല ഫോർ Q. Q is equal to CV. Here it is C delta V. And what is I? I is dQ by dt. Rate of change of charge is known as the current. Therefore, C into dQ by dt എന്ന് പറയുന്നത് നമ്മുടെ ക്യൂവിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Therefore, C is a constant. കപ്പാസിറ്റൻസ് വാല്യൂ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. C into d delta V divided by dt. അത് നമ്മൾ ഫോർമുലയിലോട്ട് ഡെൽറ്റ വിയുടെ ഇക്വേഷൻ ഇവിടെ എടുത്തിടുകയാണെങ്കിൽ വിൽ ഗെറ്റ് ഇറ്റ് ആസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് സൈൻ ഒമേഗ ടി ആസ് കോസ് ഒമേഗ ടി ആൻഡ് ഒമേഗയുടെ ഡിഫറൻഷ്യൽ ഒമേഗ ടിയുടെ ഡിഫറൻഷ്യൽ ഒമേഗ അത് പുറത്തു കൊണ്ടുവരും. therefore ഒമേഗ സി ഡെൽറ്റ വി മാക്സ്. അതിനെ നമ്മൾ സൈനിന്റെ ടേമിലോട്ട് എഴുതുകയാണ്. കോസും സൈനും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. therefore സൈൻ ഒമേഗ ടി പ്ലസ് π/2. ഇവിടെ ഈ ഒമേഗ സി ഡെൽറ്റ വി മാക്സ് എന്ന് പറയുന്നതിന് നമുക്ക് ഐ മാക്സ് ആയിട്ട് എഴുതാൻ സാധിക്കും. ഓക്കെ, ഐ മാക്സ് ആയിട്ട് എഴുതാൻ സാധിക്കും. അപ്പോൾ റെസിസ്റ്റൻസിന്റെ ഫോർമുല, റെസിസ്റ്റൻസിന്റെ കാര്യം കൂടെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഐ മാക്സ് എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ വി മാക്സ് ഡിവൈഡഡ് ബൈ ആർ ആണ്. പക്ഷെ ഇവിടെ ആറിന് പകരം കിടക്കുന്നത് 1/c ഒമേഗയാണ്. ഓക്കെ, അപ്പോൾ ആ 1/c ഒമേഗയെ നമ്മൾ ഇസഡ് ആണെന്ന് എടുക്കും. ഓക്കെ, ഇസഡ് ആണെന്ന് എടുക്കും. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ ഫേസ് ഷിഫ്റ്റുമായിട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജിനുമായിട്ട് നോക്കുമ്പോൾ π/2 ഫ്രണ്ടിലായിരിക്കും. ഓക്കെ, π/2 ഫ്രണ്ടിലായിരിക്കും. therefore വോൾട്ടേജ് എന്ന് പറയുന്നത് π/2 പിറകിലായിരിക്കും. പുറകിലായതുകൊണ്ട് നമ്മൾ അതിനെ -π/2 എന്ന് എടുക്കും. ഗ്രാഫിൽ നമ്മൾ വരച്ചിട്ടുണ്ട്. കറണ്ട് എന്ന് പറയുന്നത് റെഡ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്, വോൾട്ടേജ് എന്ന് പറയുന്നത് ബ്ലൂ ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. കറണ്ട് 0 ആയിരിക്കുമ്പോൾ വോൾട്ടേജ് 0 ആയിരിക്കുമ്പോൾ കറണ്ട് മാക്സിമം ആണ്. അതിന്റെ അർത്ഥം കറണ്ട് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ വോൾട്ടേജ് ലാഗ് ചെയ്യുന്നു. അപ്പോൾ രണ്ട് രീതിയിൽ പറയാം. കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ π/2 ഓർ വോൾട്ടേജ് ലാഗ് ബൈ എ ഫേസ് ഓഫ് π/2. അടുത്തത് നമ്മുടെ ഇംപീഡൻസ് എന്ന് പറയുന്ന ടേമാണ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞു, ഇംപീഡൻസ് എന്ന് പറയുന്ന കപ്പാസിറ്ററിന്റെ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ്, ബട്ട് ഇറ്റ് ഈസ് എ ഫ്രീക്വൻസി ഡിപെൻഡന്റ് ക്വാണ്ടിറ്റി. ആറിന് പകരം എന്താണ് വരുന്നത് അതിനെയാണ് നമ്മൾ ഇംപീഡൻസ് ആയിട്ട് എടുക്കുന്നത്. therefore x is equal to 1/c omega by r വരണം. അപ്പോൾ 1/c omega ഇട്ട് കഴിഞ്ഞാൽ ആ c omega മോഡിലോട്ട് പോകും. therefore 1/c omega. ഇവിടെ ഒമേഗ എന്ന് പറയുന്നത് നമുക്കറിയാം വാല്യൂ ഈസ് ഫ്രീക്വൻസി ഡിപെൻഡന്റ് ക്വാണ്ടിറ്റി. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ദ വെക്ടർ റെപ്രസെന്റേഷൻ. ഓക്കെ, വെക്ടർ റെപ്രസെന്റേഷന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ലെങ്ത് XC ആയിട്ട് എടുക്കുന്നു ആൻഡ് പോയിന്റിങ് ഡൗൺ ബൈ എ ഫേസ് π/2. therefore നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസിന് ഇടയിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും നമ്മൾ എഴുതുക. π/2 പിറകിലായിട്ടായിരിക്കും, കറണ്ടിനെ അപേക്ഷിച്ച് π/2 പിറകിലായിട്ടായിരിക്കും വരുന്നത്. പവർ ഓഫ് എ കപ്പാസിറ്റർ P is equal to I delta V.
സൈൻ ഒമേഗ കോസ് ഒമേഗ ടി ടി വരുന്നതുകൊണ്ട് നമുക്ക് പവർ എന്ന് പറയുന്നത് 0 ആയിരിക്കും കിട്ടുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആവറേജ് പവർ എന്ന് പറയുന്നത് 0 ആയിരിക്കും കിട്ടുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പവർ ഡെലിവറി ചെയ്യണമെങ്കിൽ റെസിസ്റ്റൻസ് ആയിരിക്കണം വേണ്ടി വരിക. ഇവിടെയും ഒരു റെസിസ്റ്റീവ് ആയിട്ടുള്ള സാധനം തന്നെയാണ്, പക്ഷെ പവർ നമുക്ക് കിട്ടണമെങ്കിൽ സർക്യൂട്ടിൽ പവർ ഉണ്ടാവണമെങ്കിൽ അത് റെസിസ്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ കിട്ടുകയുള്ളൂ. അടുത്ത് നമ്മൾ കപ്പാസിറ്ററിനെയും റെസിസ്റ്റൻസിനെയും കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഐമാക്സിൽ വരുന്ന വാല്യൂ ഈ രീതിയിലായിരിക്കും വ്യത്യാസം വരുന്നത്. ഇമ്പിഡൻസ് എന്ന് പറയുന്ന ഒരു ടൈം കൂടെ ഉണ്ടായിരിക്കും. ഇൻഡക്ടറിന്റെ കാര്യത്തിലുള്ള ഫോർമുല നമുക്കറിയാം. ഒരു ലെൻസിന്റെ നിയമം അനുസരിച്ച് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡിൽ AC കടത്തി വിടുകയാണെങ്കിൽ കോയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് AC കടത്തി വിടുമ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. അത് കാരണം ഒരു ബാക്ക് EMF ഉണ്ടാകും. EMFന്റെ അളവെന്ന് പറയുന്നത് -L/di/dt. ഓക്കെ, di/dt. Therefore di/dt ആണ് L/-Li/di/dt ആണ് അതിന്റെ EMF. EMFനുള്ള ഫോർമുല നമുക്കറിയാം. അപ്ലൈഡ് EMFന്റെ ഫോർമുല എന്ന് പറയുന്നത് -Δ Vmax sin omega t. ഇതിനൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ വിൽ ഗെറ്റ് -Li ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ sin omega t cos omega t ആവും. ഒമേഗ ടിയുടേത് 1/ω ആയിട്ട് മാറും. Therefore I is equal to, we can write it as Delta Vmax divided by L omega cos omega t. അത് മൈനസ് സൈൻ കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ sin omega t -π/2. കറണ്ട് പൊട്ടൻഷ്യലി 0 ആയിരിക്കുമ്പോൾ EMF 0 ആയിരിക്കുമ്പോൾ കറണ്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും, നെഗറ്റീവ് മാക്സിമത്തിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ കറണ്ട് ലാഗ് ബൈ ദ വോൾട്ടേജ് π/2. Therefore ഇവിടെ വോൾട്ടേജ് ആണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്. Therefore phase shift is taken as +π/2. ഇംപീഡൻസ് വെക്ടർ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇവിടെ ചെയ്യുന്നു. XL is equal to omega L or L omega. It is also a frequency dependent quantity. ഫേസർ ഡയഗ്രം നമ്മൾ വരയ്ക്കുമ്പോൾ പ്ലസ് ആയിട്ടായിരിക്കും വരയ്ക്കുന്നത്. ഇവിടെ 1.5 കിലോ ഓം എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ അനുസരിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ്. XL is equal to omega L എന്ന് പറയുന്ന ഇക്വേഷൻ അനുസരിച്ച് കാൽക്കുലേറ്റ്. അപ്പോൾ therefore we can summarize our discussion today like this. ഇംപിഡൻസിന്റെ കാര്യത്തിൽ റെസിസ്റ്ററിനെ നമ്മൾ R എടുക്കുന്നു, ഓംസ് ലോ അനുസരിച്ച് വരുന്നതാണ്. കപ്പാസിറ്റർ XC ആണ്, ഇൻഡക്ടർ XL is equal to omega L. ഫേസ് രണ്ട് കറണ്ടിനും വോൾട്ടേജിനും ഇടയ്ക്കുള്ള ഫേസ് ആണ്. വോൾട്ടേജ് ആണ് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വോൾട്ടേജിനിടയ്ക്കുള്ള ഫേസ് ഡിഫറൻസ് 0 ആണ്. ഇവിടെ വോൾട്ടേജ് ലാഗ് ചെയ്യുന്നു, അവിടെ വോൾട്ടേജ്. ഇൻഡക്ടറിൻ്റെ കാര്യത്തിൽ വോൾട്ടേജ് വെക്ടർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഈ രീതിയിലായിരിക്കും. ഐമാക്സിൻ്റെ കാര്യത്തിൽ ഈ വ്യത്യാസമായിരിക്കും വരുന്നത്. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കിയത്. അത് നിങ്ങൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കോമ്പിനേഷൻ സർക്യൂട്ടുകൾ പഠിക്കുന്നതിന് നല്ല എളുപ്പമായിരിക്കും. അല്ല എങ്കിൽ പ്രയാസമാണ്. എന്താണ് ഫേസും മറ്റു കാര്യങ്ങളും എന്നുള്ളത് നമ്മൾ നോക്കി വെച്ച് കഴിഞ്ഞാൽ, ഇത് ബേസിക് ആയിട്ടുള്ള നൊട്ടേഷൻ അനുസരിച്ചിട്ടാണ് ഇത് എടുത്തത്. അത് നല്ല രീതിയിൽ ശ്രദ്ധിച്ചൊന്ന് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലാസ് ടൈമിൽ അത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക.